അതുപോലെ ഖുർആൻ അത് കൽപ്പിച്ചതാണ് നമ്മളോട്. സ്ത്രീ എന്ന് പറഞ്ഞാൽ അവളുടെ സൗന്ദര്യം മറ്റുള്ളവരുടെ മുമ്പിൽ തുറന്നടിക്കാനുള്ളതല്ല. ഇതാണ് അടിസ്ഥാന തത്വം, തട്ടത്തുമേലല്ല. ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ സ്ത്രീയും പുരുഷനും അവിഹിതമായി ബന്ധപ്പെടുന്ന മേഖലയിലേക്ക് കടക്കുന്ന എല്ലാ രംഗങ്ങളും ഇസ്ലാം അടച്ചിട്ടുണ്ട്. നോക്കുന്നതും കാണുന്നതും സംസാരിക്കുന്നതും ചിരിക്കുന്നതും പറയുന്നതും ഒക്കെ തന്നെ അതിനൊക്കെ നിയന്ത്രണങ്ങൾ വെച്ചിട്ടുണ്ട്, അന്യപുരുഷനും അന്യ സ്ത്രീയും. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അതാണല്ലോ ഇപ്പൊ നമ്മുടെ നാട്ടിൽ നടക്കുന്ന വലിയൊരു പാപം. അത് തന്നെയാണ്. അത് പാപം അല്ലാതായി തീർന്നു, സാർവത്രികമാകുന്നതോടുകൂടി പാപം അല്ലാതായി തീർന്നു എന്നുള്ള വേറൊരു കാര്യം. എല്ലാവരും തെറ്റ് ഇങ്ങനെ പരസ്യമായി ചെയ്താൽ പിന്നെ തെറ്റല്ലാതാവാന്നുള്ളതാ. അതുകൊണ്ട് ഇസ്ലാമിനെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഇസ്ലാമിന് ചില നിയമങ്ങൾ കർശനമായിട്ട് പാലിക്കേണ്ടതുണ്ട് എന്ന് അംഗങ്ങളെ പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം. അത് പാലിക്കുന്നവനാണ് മുസ്ലിം, അല്ലാത്തവൻ ഔട്ടാണ്. മുസ്ലിം ഇസ്ലാമിൽ നിന്ന് ഔട്ടാണ്. അതാണ് വിഷയം. അത് പാലിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിന്റെ ഒരു പ്രത്യേകതയാണ്. എല്ലാ മതക്കാർക്കും അവരുടെ മതം അനുസരിച്ച് ജീവിക്കാനും അത് പ്രചരിപ്പിക്കാനുള്ള അവകാശം ഭരണഘടന നമുക്ക് നൽകിയിട്ടുണ്ട്. ഇതിനെ തകർക്കുന്ന ഒരു സർക്കാരാണ് മേൽഭാഗത്തുള്ളത്. അവരുടേതായിരിക്കുന്ന ഓരോ അജണ്ടകളും നടപ്പാക്കി ഉത്തരേന്ത്യയിലൊക്കെ തന്നെ ഒരു വിഭാഗത്തെ അടിച്ചമർത്തിക്കൊണ്ടുള്ള പരസ്യമായി ഇപ്പം വോട്ടർ പട്ടികയുടെ കാര്യം പറയുന്നു. ഒരു നല്ല ലക്ഷക്കണക്കിൽ ആൾക്കാരെ പുറത്ത് നിർത്തിയിട്ട് വോട്ടർ പട്ടിക തയ്യാറാക്കി. ഇതൊക്കെ പരസ്യമായി നടക്കുന്ന സംഗീതം. എന്താ ചെയ്യപ്പതിന്? എന്താ ചെയ്യാ? കരയെ കൂടിക്കരയെ. ഒസയിലതാ കുട്ടികളൊക്കെ പട്ടിണിട്ട് കൊല്ലണ്. എന്താ ചെയ്യാ? കരയ ഇതുണ്ട്. അതുകൊണ്ട് ഒരു സമാധാനവും ഒരു പകരവും ഉണ്ടാവും. അത് നമ്മൾ അള്ളാഹുവിൽ ഏൽപ്പിക്കുകയാണ്. അതാണ് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്നല്ലാഹു മഅസ്സാബിരീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നു. നബിന്റെ അടുക്കൽ വന്നിട്ട് പലരും പരാതി പറഞ്ഞപ്പം നബിയും പറഞ്ഞ അതാണ്, ഫസ്ബിർ, സബൂർ ചെയ്യുക, അള്ളാഹു ഇതിന് പ്രതിവിധി ഉണ്ടാക്കും എന്നതാണ്. എന്ന് വിചാരിച്ച് നമ്മുടെ പ്രവർത്തനം നിർത്തണമെന്നല്ല. പ്രവൃത്തിയോട് കൂടെ തന്നെ സബൂറും ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടേതായിരിക്കുന്ന റൂട്ടുണ്ട്, അതിന് കവിയരുത്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം തീവ്രവാദമില്ല. പ്രത്യേകിച്ച് ഈ ടോക്ക് സംഘടിപ്പിച്ച SKSF പോലെയുള്ള സംഘടനകളൊക്കെ എംപ്ലോയീസ് ആണിത്. എംപ്ലോയീസ് ആണ്, മറ്റേ SKSF ആണ്, തുടങ്ങിയ ഏത് സംഘടനയായാലും ഇവിടെ നമ്മുടെ തീവ്രവാദ സംഘടനകളൊക്കെ വന്നപ്പം ആദ്യം തീവ്രവാദം, ഇസ്ലാമിന്റെ പേരിലെ തീവ്രവാദം. ക്രിസ്ത്യാനിയാണ് അദ്ദേഹം. ഇവിടെ നല്ലൊരു പ്രസംഗം നടത്തി, അൽഹംദുലില്ലാഹ്. ഇതുപോലെയുള്ള ഒരു മനസ്സാണ് നമുക്കുണ്ടാവേണ്ടത്. അദ്ദേഹം അനുഭവിക്കുന്ന ജീവിക്കുന്ന ഇവിടെ പറഞ്ഞു. ഇതെല്ലായിടത്തും കാണാൻ കഴിയണം. മലപ്പുറത്തെ സംബന്ധിച്ച് മലപ്പുറം അങ്ങനെയാണ് പറയാറുള്ളത്. ഒക്കെ തന്നെ മലപ്പുറത്തിന്റെ ആ സൗഹാർദ്ദം പങ്കിടുന്നത് പലപ്പോഴും നമ്മൾ കേട്ടതും കണ്ടതുമാണ്. അപ്പൊ അതൊക്കെ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ കഴിയുന്ന സംവിധാനം നമുക്കിവിടെ രൂപപ്പെടണം. അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. പണ്ടൊന്നും പരസ്യമായി പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും ഇപ്പൊ പരസ്യമായി പറഞ്ഞല്ലോ. മറ്റുള്ളവരുടെ അനിഷ്ടമുണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും പരസ്യമായി പറയാൻ